പേരറിയ പെൺകുട്ടികൾക്ക് വേണ്ടി ഞാൻ നിനക്കൊരു കുഞ്ഞു സമ്മാനം ഇപ്പൊ തരാം. ആ മക്കളെ മുഖം ഒന്ന് ഉയർത്തിക്കേടാ. ചിന്ന ചക്കരേ എന്നതാടി? തിരിച്ചു വന്ന പാടെ നിനക്കിത് തരണമെന്ന് ഞാൻ വിചാരിച്ചതാ. പ്രഭാവതി അമ്മയ്ക്ക് ഞാനൊന്ന് ഓങ്ങി വെച്ചതേ ഉള്ളൂ. ഒരൽപ്പം ഡോസ് കൂട്ടി നിനക്ക് ഞാനങ്ങ് തന്നതാ. നാവിൽ ഒരു പുളി രസമുണ്ട് അല്ലേടാ? മോണിന്ന് ചോര വരുന്നുണ്ടോ? പിന്നെ നിന്റെ അമ്മ എനിക്ക് തന്ന മന്ത്രകോടിയാ. നീ തന്നെ വെച്ചോ. വാഴയില വെട്ടി വിരിച്ച് പ്രഭാവതി അമ്മയെ ഇങ്ങനെ കിടത്തുമ്പോഴേ മകൻ അങ്ങ് പുതപ്പിക്കാം. നീ അനുഭവിക്കൂടി. ഇനി എനിക്ക് അനുഭവിക്കാൻ ഒന്നുമില്ലടാ. തിരിച്ചടികളുടെ പൂക്കാലം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നിനക്ക് എന്റെ വക ഒരു പൂമൂടൽ ഉടനെ ഉണ്ടാവും. Just wait and see. വാഴയില വെട്ടി വിരിച്ച് പ്രഭാവതി അമ്മയെ ഇങ്ങനെ കിടത്തുമ്പോഴേ മകൻ അങ്ങ് പുതപ്പിക്കാം. എന്തായിരുന്നു മോളെ അവിടെ ഒരു ശബ്ദം കേട്ടെ? ഓ അത് ശരത്തിന്റെ കവളത്തെ ഒരു പടക്കം പൊട്ടിച്ചതാ. തല്ലിയോ? ചെറുതായിട്ടൊന്ന്. ഇനി കിട്ടേണ്ടത് ആ നടേശനിട്ടാ. അത് ഞാൻ കൊടുത്തോളാം. എന്നെ ഉപദ്രവിച്ച് ഞാനങ്ങ് മറക്കും. പക്ഷേ എൻ്റെ മോളെ കണ്ട കൊട്ടേഷൻ ഗുണ്ടകളെ ഉപയോഗിച്ച് റാഞ്ചിയത് അച്ഛനങ്ങ് മറക്കത്തില്ല. അതിനുള്ള മറുപടി കൊടുക്കും, കൊടുത്തിരിക്കും. വേണം. അച്ഛൻ കിടന്നതുപോലെ ശരത്തും നടേശനും ഒക്കെ 4 ദിവസം ജയിലിൽ കിടക്കട്ടെ. ജയിൽ ചപ്പാത്തിയുടെ രുചി അവരും അറിയണമല്ലോ. ആഹാ, എന്നതാടാ മനോഹര ഒരു ചപ്പാത്തി കഥ? ഓ എന്റെ പൊന്നമ്മേ, ഒന്നും ഇല്ലെന്നേ. ഓ, ഈ ശത്രുക്കളെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തണോന്ന് ഞങ്ങൾ പറയുമായിരുന്നു. നീയും നിന്റെ മരുമോളും കൂടിയേ നാട്ടുകാരെ പരത്തി പരത്തി ഈ പരുവായല്ലോ. കൊള്ളാം. ഞങ്ങള് മാവ് കുഴച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ മുത്തശ്ശി. ഇനി വേണം ഒന്ന് പരത്താൻ. എടി നീ വലിയ വർത്തമാനം എന്നോട് പറയല്ലേ. ഇപ്പൊ നിത്യമോള് വടികുത്തി നടന്നു തുടങ്ങി. ഇനി ഞങ്ങളുടെ കൊച്ചു പഴയതെല്ലാം ഓർമ്മിച്ച് പറയും. അതോടെ നീ കാശി രാമേശ്വരം പാണ്ടി മലയാളം ഓടടാ ഓട്ടം. ഓ ഞങ്ങൾ രണ്ടുപേരോട് ഓടിക്കോളാം. ആ നീയും ഓടൂടാ. സമ്മതിച്ചു. ആ പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഓടിയിട്ട് തിരിച്ചു വരുന്നതേ സ്വർണ്ണ മെഡലും കൊണ്ടായിരിക്കും. നിന്നെ എന്തോ? നിന്നെ നിന്റെ മരുമകള് പടുകുഴിയിലാക്കും മനോഹര. വെറും പടുകുഴിയല്ല, പാതാളം. എന്നാലേ ഇവിടെയുള്ള വേതാളങ്ങൾക്കിടെ ജീവിക്കുന്നതിൽ നല്ലതാ. എന്റെ അമ്മേ, ഇനി ഈ മക്കുണ്ണങ്ങ് പാതാളത്തിലോട്ട് പോയാലും ഞാനവിടെ മഹാബലി ചക്രവർത്തിയുടെ കൂടെ ഇരുന്ന് അക്കുത്തിക്കുത്ത് കളിക്കും. നല്ല ചെണ്ടമുറിയും കപ്പയും കാന്താരിമുളക് ചമ്മന്തിയും കൂടെ ഒരു കടുപ്പത്തി കട്ടൻ കാപ്പിയും കൂട്ടി ഞങ്ങൾ അങ്ങിരിക്കും. അത്രേ ഉള്ളൂ. നിന്റെ ഈ അഹങ്കാരം കൊണ്ടാണടാ കുബേരനാവേണ്ടിരുന്ന നീ കുചേലനായിട്ട് ജീവിക്കുന്നത്. അതിന് അച്ഛൻ അവിൽ പൊതിയായിട്ട് ആരുടെ സഹായം തേടി പോയിട്ടില്ലല്ലോ മുത്തശ്ശി. അതെ.
എന്തോന്നതേ? എടാ, നിനക്ക് നിന്റെ അച്ഛന്റെ എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയിരുന്നെങ്കിലേ നീ ഇപ്പൊ മണിമാളിക പണിത് അതിന്റെ മട്ടുപ്പാവിലിരുന്ന് കട്ടൻ ചായയും കുടിച്ച് കാറ്റുകൊണ്ടേനെ. അച്ഛന്റെ മനോഗുണം കൊണ്ട് അങ്ങ് ഊട്ടിയിൽ പണിതിരിക്കുന്ന വേനൽക്കാല വസതിക്ക് സുഖം തന്നെയല്ലേ അമ്മേ? അതോ അതിന്റെ മട്ടുപ്പാവ് മഞ്ഞു മൂടി കാണാതെ പോയോ? നീ എന്താ നടിക്കണിക്കുന്നേ? നീ പോയി ആറ്റുകാൽ അമ്പലത്തിന്റെ മുമ്പിലോ വെട്ടുകാട് പള്ളിക്ക് മുമ്പിലോ കുറച്ച് സ്ഥലം കണ്ടുവച്ചോ. ഒരു തോർത്ത് മുമ്പിൽ വിരിച്ച് 2 പേർക്കും കൂടി ഇരുന്ന് തെണ്ട. വല്ലതും തായോ വല്ലതും തായോ എന്നും പറഞ്ഞു. അയ്യോ, പുറകെ ചെല്ല്. അതുവഴിയാണോ പോന്നേ? എന്റെ പാർവതി, നീ വെറുതെ നിന്ന് നിന്റെ പല്ല് കടിച്ചു പൊട്ടിക്കാതെ ദാ ഇതിന്ന് ഒരെണ്ണം എടുത്ത് കടിച്ചു പൊട്ടിക്ക. അല്ലാതെ മരുമോളെ നിലയ്ക്ക് നിർത്താനുള്ള കഴിവൊന്നും നിനക്കില്ല. അല്ല, ഈ ചിത്താർത്ഥ ആശുപത്രി കിടക്കുമല്ലേ, പിന്നെ ആരാ ഇപ്പൊ അവളെ ഫോണിൽ വിളിക്കുന്നത്? ഓ, അവൻ ആശുപത്രി കിടക്കെ കിടന്നോണ്ടുള്ള വിളിയായിരിക്കും. എന്തെങ്കിലും ആവട്ടെ അമ്മേ. അങ്ങനെ എന്തെങ്കിലും ആയാ പറ്റില്ലല്ലോ. ഹലോ അച്ഛ. അതെയോ? അപ്പൊ നാളെ വീട്ടിൽ പോവല്ലേ? എപ്പോഴാ ഒരു ആശ്വാസമായത്. ശരി അച്ഛ. ഈശ്വര, എടി പാർവതിയെ, എന്തായാലും കൊള്ളാം. ഇവിടെ ഒരച്ഛൻ, ഫോണിന്റെ അപ്പുറത്ത് വേറൊരച്ഛൻ. ആ, അതെങ്ങനാ മുത്തശ്ശി? ചിലർക്ക് 2 അച്ഛന്മാരാ, ചിലർക്ക് 4. അതിനെ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം എന്ന് പറയും.